കുടിയിലെ കളിച്ചിരി ഒച്ച കേട്ട ഭൂതകാലത്തേക്കു കടന്നു ചെല്ലാം. ചിന്നനും ചാത്തനും ചെമ്മരത്തി ഇണപിരിയാത്ത ചങ്ങാതികൾ. സർഗാത്മകതയുടെ, സമഭാവനയുടെ, സ്വാതന്ത്ര്യത്തിന്റെ കലാലയം. രാജ്യത്തും ലോകത്താകെയും നടക്കുന്ന അരാഷ്ട്രീയതയ്ക്കും അനീതിക്കുമെതിരെ വിരൽ ചൂണ്ടുകയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ. ദിബ്കെ ദൗറയിൽ പലസ്തീനും ആർട്ടിക്കിൾ 1 മണിപ്പൂരും സാക്ഷി മാലിക്കുമെല്ലാമുണ്ട്. കലോത്സവം തീരുമാനിച്ച ഘട്ടത്തിൽ, കലോത്സവത്തിന് പേരിടുന്ന ഘട്ടത്തിലായാലും വേദികൾക്ക് പേരിടുന്ന ഘട്ടത്തിലായാലും ഒക്കെ തന്നെ ഈ ഇന്നത്തെ രാഷ്ട്രീയം, ഘട്ടകാലത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്ത് തന്നെ പോകണം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 6 വേദികൾക്ക് പേരിടുകയും നമ്മളുടെ കവാടമടക്കം ബാബറിയുടെ മസ്ജിദിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. കലോത്സവത്തിൻ്റെ ഉള്ളടക്കത്തിൽ പോലും കലോത്സവം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ തയ്യാറാകുന്നു എന്നതിൻ്റെ വലിയ ആവേശമാണ് ഈ കലോത്സവത്തിൻ്റെ നിറം കൂട്ടുന്നത് എന്ന വലിയ അഭിമാനം ഞങ്ങൾക്കുണ്ട്. പ്രധാനപ്പെട്ട അടിച്ചമർത്തപ്പെട്ടവരുടെ വാക്കാവാം, സമഭാവന കൊണ്ട് സമ്മതിക്കാം എന്നൊരു ആശയത്തിൽ നിന്നാണ് നമ്മുടെ ആർട്സ് പുരോഗമിക്കുന്നത്. വേദികൾ 6 വേദികളുടെ പേരിട്ടിരിക്കുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് വിഷയങ്ങളെ ചർച്ച ചെയ്ത് തന്നെ പോയി. ഓരോ വേദികൾക്ക് പേരിട്ടേക്കുന്നത് ആർട്ടിക്കിൾ 1, മണിപ്പൂർ, സാക്ഷി, ദർവേഷ്, ബിൽക്കിസ് ബാനു, കാതൽ, ഇത്തരത്തിലാണ് 6 വേദികൾക്ക് പേര് നൽകിയിട്ടുള്ളത്. കാതലായാലും ബിൽക്കിസ് ബാനു ആയാലും ആർട്ടിക്കിൾ 1 ആയാലും സാക്ഷിയാണെങ്കിലും അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ചുറ്റുമുള്ള ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. വൈവിധ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാത്തൊരു തലമുറ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് അതിനെയൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന, അതിനെയൊക്കെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതിനെ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലേക്ക് പേരുകൾ ഇടാൻ വേണ്ടി തയ്യാറാവുന്നത്. ഇപ്പം പലസ്തീനിൽ ഒരുപാട് മനുഷ്യർ മരിച്ചു വീഴുന്നുണ്ട്. മണിപ്പൂരിൽ വലിയ നീതി നിഷേധം അനുഭവിക്കുന്ന ജനങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ കലോത്സവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ അങ്ങനെ കാലത്തോട് നിരന്തരം കലഹിച്ചു കൊണ്ടിരിക്കുകയാണ് നിറമാർന്ന സമരങ്ങളിലൂടെ. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളെയുടെ പ്രതീക്ഷ. അതിവിടെ അന്വർത്ഥമാക്കുകയാണ് ഓരോ വിദ്യാർത്ഥിയും. ക്യാമറ പേഴ്സൺ ഷാജില അലി ഫാത്തിമയ്ക്കൊപ്പം സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.